ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുട്ടികളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. GHSS ചിതറയുടെ 2025-26 കലോത്സവമായ ഇന്ദ്രധനുസ് 2025 മഹനീയമായ വേദിയിലാണ് നമ്മളുള്ളത്. ഏറ്റവും അവിസ്മരണീയമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കാലഘട്ടമാണിത്. ഈ കലോത്സവം മഹനീയമാക്കാനും അച്ചടക്കത്തോടുകൂടി പൂർത്തിയാക്കുവാനും സാധിക്കട്ടെ എന്ന ആശംസകളോടെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി പ്രിൻസിപ്പളെ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ തല കലോത്സവമാണ് ഇന്നും നാളെയുമായി 3 വേദികളിലായി നടക്കുന്നത്. നമ്മുടെ ഈ വേദിയിലും ഈ സ്റ്റേജിന് മുന്നിലുള്ള കോൺഫറൻസ് ഹാളിലും ഹയർ സെക്കൻഡറിയിലെ 3 നില കെട്ടിടത്തിന്റെ 2ാം നിലയിലെ ക്ലാസ് റൂമിലുമായിട്ടാണ് ഈ 2 ദിവസത്തെ സ്കൂൾ കലോത്സവം നടക്കുന്നത്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 2 ദിവസം കൊണ്ട് ഇത്രയും മത്സരങ്ങൾ നടത്തി തീർക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ പണിയാണ്. എന്നാലും നമ്മുടെ അധ്യാപകരുടെയും PTA-യുടെയും SMC-യുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് നടത്തി വിജയിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ മറ്റൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി വരികയാണ്. ഒന്ന് ശ്രദ്ധിക്കാനേ, ഒക്ടോബർ മാസം 28, 29, 30, 31 തീയതികളിലായി ചടയമംഗലം സബ് ജില്ലയിലെ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. നിരവധി സ്റ്റേജുകളിലായിട്ടാണ് 4 ദിവസത്തെ കലോത്സവം അപ്പോൾ നടക്കുക. ചടയമംഗലം സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കലാപ്രതിഭകൾ മാറ്റിവെക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരും. 4 ദിവസവും ഈ കലോത്സവം നടത്തുക. ആ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും എസ്കോർട്ടിംഗ് അധ്യാപകർക്കും മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, പബ്ലിസിറ്റി, അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്കൂളിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു സംഘാടക സമിതി യോഗവും ഇന്ന് 2 മണിക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സബ് ജില്ലാ സ്പോർട്സ് നടക്കുന്നുണ്ട്. ഒക്ടോബർ ആദ്യം ചടയമംഗലം സ്കൂളിൽ വെച്ച് നമ്മുടെ സബ് ജില്ലാ ശാസ്ത്രമേള നടക്കുകയാണ്. തിരക്കേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്.
സബ് ജില്ലാ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന മത്സരങ്ങളിൽ നമ്മുടെ കായിക പ്രതിഭകൾ വളരെ അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ സബ് ജൂനിയർ ഫുട്ബോൾ മത്സരങ്ങളിൽ, അതുപോലെ തന്നെ ടെന്നി കൊയ്ത്തിന്റെ ജില്ലാ മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ കലോത്സവം, സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഏറ്റവും കൂടുതൽ വിജയികളായിക്കൊണ്ടും സബ് ജില്ല ഓവറോൾ നേടാൻ തന്നെ നമ്മുടെ അധ്യാപകരും കുട്ടികളും പരിശ്രമിക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന്റെ സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് PTA വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി സൂര്യ ജോയിയാണ്. ശ്രീമതി സൂര്യ ജോയിയെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ദ്രധനുസ് എന്ന പേര് നൽകിയിട്ടുള്ള നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചിത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏറെ പ്രിയങ്കരനും ആദരണീയനുമായ ശ്രീ അബ്ദുൽ ഹമീദ് സാറാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ചിത്ര സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ ഒരു സഹോദര സ്ഥാപനമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുകയും നമുക്ക് വഴികാട്ടിയാവുകയും നമ്മളെ ഉപദേശിക്കുകയും എല്ലാം ചെയ്യുന്ന ചിത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ അബ്ദുൽ ഹമീദ് സാറിനെ നിങ്ങളേവരുടെയും പേരിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ശ്രീമതി നസീമ ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. SMCയുടെ ചെയർമാൻ ശ്രീ ഫൈസൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA അധ്യക്ഷൻ ശ്രീ MM റാഫി സാർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MPTA പ്രസിഡന്റ് ശ്രീമതി ധന്യ വേദിയിലുണ്ട്. ധന്യയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ സ്റ്റാഫ് സെക്രട്ടറിമാരായ ശ്രീ CD സാർ, പ്രസാദ് സാർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ SRG കൺവീനർ ശ്രീമതി ചൈത്ര വേദിയിലുണ്ട്. സ്വാഗതം ചെയ്യുന്നു. PTA എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശ്രീ സാബു വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇതിന്റെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കലോത്സവത്തിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ സുധിലാൽ സാർ വേദിയിലുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി കലോത്സവത്തിന് നേതൃത്വം നൽകുന്ന ഷാഹിദ ടീച്ചർ, സുന്ദർ ടീച്ചർ അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി 2 ദിവസത്തെയും സമഗ്രമായ കലോത്സവം നടത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ എല്ലാ അധ്യാപകരെയും PTA ഭരണസമിതി അംഗങ്ങളെയും SMC അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നൃത്തവും വെളിച്ചവും നൽകി സഹായിക്കുന്ന ഇതിന്റെ സംഘാടകരെ സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കൾ, ജാഗ്രതാ സമിതി അംഗങ്ങൾ എല്ലാവരെയും ഈ കലോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട SCBയുടെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സാറിനെ ക്ഷണിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ സ്കൂൾ കലോത്സവ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി സൂര്യ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച GHSS പ്രിൻസിപ്പൽ ഏറെ ബഹുമാനപ്പെട്ട ശ്രീ സാദ് കുമാർ സാർ, PTA പ്രസിഡന്റ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മുഹമ്മദ് റാഫിയും, ആശംസകൾ അർപ്പിക്കുന്ന നസീമ ടീച്ചറിയായ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ CD, സബ് സെക്രട്ടറി ശ്രീ പ്രസാദ് സർ, SRE കൺവീനർ ചൈത്ര, അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏറെ പ്രിയങ്കരായ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക മാമാങ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ സ്കൂളിന്റെ പരിപാടി, സംസ്ഥാന യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സ്കൂൾ യുവജനോത്സവത്തിന്റെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വളരെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി ഈ സ്കൂൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാം, സംസ്ഥാന യുവജനോത്സവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണ്. കൗമാരതലങ്ങളിലുള്ള വിദ്യാർത്ഥിനികൾ സമ്മേളിക്കുന്ന, അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്ന ഒരു സാംസ്കാരിക വേദിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടുള്ള ആ കലോത്സവത്തിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇവിടെ 2 ദിവസങ്ങളിലായി നടക്കുന്നു എന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ദ്രധനുസ് അഥവാ മഴവില്ല് എന്ന പേരിട്ടിട്ടുള്ള ഈ സ്കൂൾ യുവജനോത്സവത്തിന് അല്ലെങ്കിൽ സ്കൂൾ കലോത്സവ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമുക്കറിയാം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഭയും അവരുടെ സാംസ്കാരികമായ ഉന്നതിയും അവരിലുള്ള കഴിവും ഒക്കെ മാറ്റിവെക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. സാമാന്യവൽക്കരണത്തില് ബുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുന്ന, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവരുടെ പുതിയ നിർവചനം വന്നിട്ടുള്ളത് കുട്ടികളുടെ കലാപരമായ വാസനകളും കായികപരമായ അഭിരുചികളും അവരുടെ നേട്ടങ്ങളും ഇതെല്ലാം ബുദ്ധിയുടെ ഗണത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കായികമായ കഴിവുകൾ, പടം വരയ്ക്കുന്നതിന്, അത് ചിത്രരചനയ്ക്ക്, പാട്ട് പാടുന്നതിന്, ഡാൻസ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവരുടെ എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെ എല്ലാം നിശ്ചിതമായ പരിശീലനത്തിൽ കൂടിയും പ്രോത്സാഹനത്തിൽ കൂടിയും അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അവരുടെ സർഗാത്മകതയെ, അവരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കലോത്സവം. നമ്മുടെ സംസ്ഥാന രൂപീകരണത്തോടൊപ്പം തന്നെ പഴക്കമുള്ളതാണ് സ്കൂൾ കലോത്സവത്തിന്റെയും ചരിത്രം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ പാട്ടുപാടിയാലും നൃത്തം ചെയ്താലും, അതുപോലെ തന്നെ പടം വരച്ചാലും, ചിത്രരചന നടത്തിയാലും എല്ലാം തന്നെ അത് നമ്മുടെ ബുദ്ധിയുടെ ഭാഗമായിട്ടും നമ്മുടെ കഴിവുകൾ, ഈ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏകാത്മകമായ സ്വഭാവത്തിലുള്ളതാണ്. ഒരു കുട്ടി പടം വരയ്ക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ആ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണ്. രക്ഷകർത്താക്കളും അധ്യാപകരുമാണ് അതിൽ പ്രധാനമായ ഭാഗമാക്കുന്നത്.
ഒരു കുട്ടി പടം വരയ്ക്കുന്നു, ഒരു കുട്ടി പാട്ട് പാടുന്നു എന്നുള്ള ആ അറിവ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ബുദ്ധി വികാസം പ്രാപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ പഠന മികവിനോടൊപ്പം തന്നെ കലാരംഗത്തും കായിക രംഗത്തും കുട്ടികൾ വികാസം പ്രാപിച്ച് അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ വൈഭവം പ്രകടമാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ബുദ്ധിവികാസത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പറയുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 4 ഘട്ടങ്ങളിലായി സ്കൂൾ, സബ് ജില്ല, ജില്ല, സംസ്ഥാനം, ഇങ്ങനെ 4 തലങ്ങളിലായിട്ട് ആണ് കുട്ടികളുടെ കഴിവ് മാറ്റിവെക്കപ്പെടുന്നത്. സ്കൂൾ തലത്തിൽ നിന്ന് വരുന്നവർ സബ് ജില്ലയിലേക്കും, സബ് ജില്ലയിൽ നിന്നും അതാത് മേഖലകളിൽ പ്രാവീണ്യം നേടുന്നവരെ ജില്ലാതലത്തിലേക്കും, ജില്ലാതലത്തിൽ നിന്നും നമ്മളേറെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ആകാംക്ഷയോടുകൂടി വളരെ മത്സരാത്മകമായിട്ട് ഒരു വലിയ മാമാങ്കം, സാംസ്കാരിക മാമാങ്കമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സ്കൂൾ യുവജനോത്സവം അത് എനിക്ക് തോന്നുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുന്നോടിയായിട്ടാണ് നടക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് സാധാരണ സ്കൂൾ യുവജനോത്സവം, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിക്കുന്നത്. അപ്പൊ ആ യുവജനോത്സവത്തിൽ ഏറ്റവും കഴിവുറ്റ, ഏറ്റവും പ്രതിഭാശാലികളായ, സർഗാത്മകയിലും കലാപരമായ അഭിരുചിയിലും മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളെ മത്സര അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിക്കും. നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന, ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മികവുറ്റ രീതിയിൽ പ്രകടനം നടത്തുന്ന നടന്മാരും സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുള്ള ആൾക്കാരെല്ലാം തന്നെ സംസ്ഥാന കലോത്സവത്തിൽ അല്ലെങ്കിൽ ഇതിലുള്ള കലോത്സവ വേദികളിൽ മികവ് തെളിയിച്ചവരാണ് അല്ലെങ്കിൽ മാറ്റി തെളിയിച്ചവരാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു വലിയ അവസരമായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതിന് സ്കൂൾ തലത്തില് സ്കൂളിലും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും അവരുടേതായ പങ്കുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ സർഗാത്മകമായ വാസനയെ കണ്ടെത്തി പടം വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ പടം വരയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ട് പാടാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ അയാളെ സംഗീതം അഭ്യസിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ സാംസ്കാരിക മേഖലകളിൽ അഭിരുചി, നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങാൻ പറ്റിയ അവസരമാണ് നിങ്ങളുടെ മുന്നിൽ സംജാതമായിരിക്കുന്നത്. അതിന്റെ സ്കൂൾ തലത്തിൽ മാത്രമല്ല, സബ് ജില്ലാ കലോത്സവത്തിനും ഈ സ്കൂൾ വേദിയാവുകയാണ്. ഒരുപാട് ആകർഷകമായ സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ നിങ്ങളുടെ കലാപരിപാടികളും കൊണ്ട് വർണ്ണാഭമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും. ഇന്ന് അതിന്റെ സംഘാടക സമിതിയും ഇവിടെ ചെയ്യുകയാണ്. നമുക്കറിയാം, കലാപരമായി നമ്മുടെ നേരത്തെ ഒരു ചിത്രരചനയെ കുറിച്ച് തന്നെ പറയും. ചിത്രരചനയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജർമ്മനിയിലെ 2 സഹോദരന്മാരുടെ ആൽബർട്ട് ഡ്യൂറർ സഹോദരന്മാരാണ്. പക്ഷേ 2 പേർക്കും ചിത്രകലയിൽ വളരെ താല്പര്യമുണ്ട്. ചിത്രകല അഭ്യസിക്കണം. പിതാവ് രോഗാതുരനായ കിടപ്പിലാണ്. അമ്മ ഈ മക്കളുടെ നിത്യവൃത്തിക്കായി കഠിനാധ്വാനം ചെയ്യും. ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ചിത്രകല അഭ്യസിക്കണമെന്ന് ഈ സഹോദരന്മാർക്ക് അതിയായ ആഗ്രഹം. അവസാനം അവരുടെ തീരുമാനത്തിലെത്തി. ഈ സഹോദരന്മാരിൽ 2 പേരും കൂടി എടുത്ത തീരുമാനം, അച്ഛന് രോഗാവസ്ഥയിലാണ്, അച്ഛന് വരുമാനമില്ല, വീട്ടിൽ സമ്പത്തില്ല, അമ്മ ജീവിതത്തിക്ക് വേണ്ടി കഷ്ടപ്പെടും. ഈ സാഹചര്യത്തിൽ അവർ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. നന്നേ ചെറിയ കുട്ടികളല്ല, കുട്ടിപ്രായവും ഒക്കെ കഴിഞ്ഞവരാണ്. പക്ഷെ അവരുടെ ഇച്ഛാശക്തി, ആ കലയോടുള്ള താല്പര്യം
അത് എങ്ങനെയായിരിക്കണം, അതിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം, അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു. അവസാനം ആൽബ്യൂർ ഡ്യൂറർ എന്ന് പറയുന്ന മൂത്തവൻ പറഞ്ഞു, ഞാൻ പോകാം, ആദ്യം ന്യൂറംബർഗിലെ ഞാൻ പോകാം. കനിയിൽ പോയി ഞാൻ പണി ചെയ്ത്, കനിയിൽ പോയി പണി ചെയ്ത് ആ പൈസ കൊണ്ട് ഞാൻ അനിയനെ പഠിപ്പിക്കും. അപ്പൊ ആൾക്കാരുടെ കൂടെ പറഞ്ഞു, അത് വേണ്ട, ഞാൻ പോകാം. അവസാനം രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി എന്ന് പറയുന്നത്, ആദ്യം മൂത്തവൻ പോയി പഠിക്കട്ടെ, മൂത്തയാൾ പോയി പഠിക്കട്ടെ. ആൾക്കാർക്ക് അടികൂടാ ചിത്രകല അഭ്യസിക്കുന്നതിന് വേണ്ടി, ചിത്രകല അഭ്യസിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ന്യൂറംബർഗില്, ജർമ്മനിയിലൊക്കെ ന്യൂറംബർഗില് പഠനത്തിൽ അനുജൻ കനിയിൽ ജോലി ചെയ്ത് ജ്യേഷ്ഠനെ പഠിപ്പിച്ചു. 4 വർഷം കൊണ്ട് പഠനം പൂർത്തിയായി. ആൾക്കാർക്ക് ഡ്യൂറർ തിരികെ വന്നു അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു ചിത്രകാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര്. അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്, നീ ന്യൂറംബർഗിലേക്ക് പോവുക. നിന്റെ പഠന ചെലവിലുള്ള തുക ഞാൻ കനിയിൽ പോയി പണി ചെയ്ത് എടുത്തുകൊള്ളാം, നിർവഹിച്ചു കൊള്ളാം. അനിയനൊന്നും വേണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, എൻ്റെ കൈകൾ മരവിച്ചിരിക്കുന്നു, കനിയിൽ ജോലി ചെയ്ത് എൻ്റെ കൈകൾ മരവിച്ചിരിക്കുന്നു, എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല, എനിക്ക് കൈകൾക്ക് വാദം പിടിപെട്ടിരിക്കുന്നു, എൻ്റെ കൈ ദ്രവിച്ചിരിക്കുന്നു, എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. വളരെ വിഷമത്തോടുകൂടി. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സഹോദരന്മാരെടുത്ത ഒരു ശപഥം, വാക്കുപാലിക്കുക. 2, കലയോടുള്ള അദമ്യമായ ആഗ്രഹം. അവസാനം അനുജന്റെ അടുത്ത് കൈ ഉയർത്താൻ പറഞ്ഞു. ജ്യേഷ്ഠൻ ചിത്രകല പഠിച്ചിട്ട് ജ്യേഷ്ഠൻ അനിയന്റെ അടുത്ത് തന്റെ കൈകൾ ഉയർത്താനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വലത് കൈപ്പത്തിയേക്ക് വലത് കരം അദ്ദേഹം ഉയർത്തി കാണിച്ചു. ദ്രവിച്ച് വാദം വന്ന്, അതുപോലെ തന്നെ വിരലുകൾ ശരിയായി മടങ്ങാത്ത രീതിയിലുള്ള കൈ ഉയർത്തി കാണിച്ചു. ജ്യേഷ്ഠൻ അനുജന്റെ കരത്തിന്റെ കൈയുടെ മനോഹരമായ ഒരു ചിത്രം ക്യാൻവാസിലേക്ക് പകർന്നു. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇന്നും ലോകോത്തരമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് അത്. പിന്നെ ആ ചിത്രത്തിന് ഇട്ടേക്കുന്ന പേര് പ്രൈം ഹാൻഡ്സ്, പ്രാർത്ഥിക്കുന്ന കൈകൾ എന്നാണ്. ഇത് ഞാൻ പറയുന്നത് കലയോടുള്ള അദമ്യമായ ആഗ്രഹവും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗസുലഭിതമായ ഒരു ജീവിതവും അതാണ് ഈ വിശ്വോത്തര സത്യത്തെ കാരണമായത്. എന്നതിനുപരിയായിട്ട് ജ്യേഷ്ഠൻ അനുജന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന്റെ മഹത്വവും നമ്മളിത് മനസ്സിലാക്കണം. കലയോടുള്ള അദമ്യമായ ആഗ്രഹവുമാണ് ഇത്തരത്തിലേക്ക് ഒരു ശബ്ദത്തിലേക്കും അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയിലേക്കും ഒരു കടമയിലേക്ക് നയിച്ച് വിശ്വോത്തരമായ ഒരു ചിത്രം ക്യാൻവാസിൽ പകർന്നത്. നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നിങ്ങളെ കഴിവുകളെ കണ്ടെത്തി, അത് പഠിക്കാനായിരുന്നാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനായിരുന്നാലും പാട്ട് പാടാനായിരുന്നാലും ഡാൻസ് ചെയ്യാനായിരുന്നാലും മോണോ ആക്ടിനായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ഏറ്റവും വലിയ വേദിയാണ് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ഈ സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിക്കുന്ന നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളെ ഇവിടെ നമ്മുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സബ്ജക്ട് കലോത്സവത്തിലേക്ക് തീർച്ചയായിട്ടും അതിനെയും നയിക്കുന്ന ഈ സ്കൂളിന് അഭിമാനപൂർവ്വം പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. മഹത്തായ ഈ ഉദ്യമത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ കൗമാര കലോത്സവത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് വരുന്ന സബ്ജക്ട് കലോത്സവത്തിനും നിങ്ങളുടെ പ്രതിഭ മാറ്റിവെക്കുന്നതിനും സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിനും നിങ്ങളിൽ ഒരു സമത്വബോധം വളർത്തുന്നതിനും അതുപോലെ തന്നെ സ്വന്തം കടമകളെ കുറിച്ചുള്ള
അവബോധം ഉണ്ടാക്കുന്നതിനും മറ്റുള്ളവരുമായി ഇടപെടുകയും നല്ലൊരു ജീവിത സാഹചര്യം വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടാക്കുന്നതിനും ഈ കലോത്സവത്തിന് തീർച്ചയായിട്ടും കഴിയും. ഈ കലോത്സവത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ, ഹെഡ്മിസ്ട്രസ്, അധ്യാപകർ, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള PT, മദർ PT എന്നതിനുപരിയായിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന, നിങ്ങളുടെ പ്രതിഭകളെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുന്ന രക്ഷകർത്താക്കൾ, ഇവർക്ക് എല്ലാവരെയും ഒന്നുകൂടി ഞാൻ അനുമോദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ കലോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. കലോത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട HM നസീമ ടീച്ചറെ ക്ഷണിക്കുന്നതിനോടൊപ്പം എനിക്ക് ജോലി സംബന്ധമായി ഓഫീസിൽ എത്തിച്ചേരേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് PTA എക്സിക്യൂട്ടീവ് അംഗം സാബുവിന്റെ അധ്യക്ഷ സ്ഥാനം കൈമാറുന്നു. ഗുഡ് മോർണിംഗ്. ആനന്ദത്തിന്റെ ദിവസമാണ്. ഈ വേദിയിൽ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനോടൊപ്പം ചേർന്നിരിക്കുന്ന നമ്മുടെ PTA അംഗങ്ങൾ, ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള ബാങ്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ഹമീദ് സർ, നമ്മുടെ ഈ സ്കൂളിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ, PTA, SMC അംഗങ്ങൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ പരിപാടികൾക്ക് സഹായമായി എത്തിയിട്ടുള്ള ആളുകൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇപ്പോഴത്തെ യൂത്ത്. ഇപ്പോഴും ഉണ്ട്, എങ്കിലും ഇപ്പോഴത്തെ യൂത്ത് ഫെസ്റ്റിവലിന് വലിയൊരു പ്രാധാന്യമുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ. കാരണം ഇത് കഴിഞ്ഞ് സ്കൂൾ തലം കഴിഞ്ഞ് സബ് ജില്ലാ തലം മത്സരങ്ങൾ നടത്തുന്നത് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇന്ന് ഇവിടെ നടക്കുന്ന സ്കൂൾ തല മത്സരങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും അതുമായി അഭിമാനത്തോടെ ഇവിടെ തന്നെ നടക്കുന്ന സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കുകയും അവിടെയും നേട്ടം കൈവരിച്ച് ജില്ലാതലം, സ്റ്റേറ്റ് തലം എന്നീ നിലകളിലേക്ക് എത്താൻ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കഴിയട്ടെ എന്നും അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്ദ്രധനുസ് എന്ന പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ധന്യ MPT പ്രസിഡന്റ് ധന്യയെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരു ഉത്സവമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല വിജയം നേടുന്നതിനും സ്പർദ്ധയിലേക്കും ജില്ലയിലേക്കും എല്ലാം മത്സരിക്കുന്നതിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി HSSന്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ CBയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിൻസിപ്പൽ, ഉദ്ഘാടകൻ, ഇവിടെ നടക്കുന്ന ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി HSS വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലും എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കുട്ടികളെ, പ്രിയ സഹപ്രവർത്തകരെ, 2 ദിവസമായി നമ്മുടെ സ്കൂളിൽ ഒരു കലയുടെ മർമാങ്കത്തിലാണ് തിരിതെളിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം എല്ലാവരും പങ്കെടുക്കുന്നവരെല്ലാം സൗഹാർദ്ദ മനോഭാവത്തോടുകൂടി അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിച്ച്
നമുക്ക് സബ് ജില്ലയിലേക്ക് പോകുന്നതിനുള്ള സീറ്റ് തരപ്പെട്ടതാണ്. എല്ലാ കുട്ടികളും വളരെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുക. കൂടാതെ നമുക്ക് ഈ വർഷവും ഇരട്ടി മധുരമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ തന്നെയാണ് അരങ്ങേറുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ്. തീർച്ചയായും നമുക്ക് നമ്മളുടെ കഴിവുകൾ തെളിയിച്ച് സബ് ജില്ലയിൽ തന്നെ മികച്ചൊരു സ്ഥാനം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും. അതിനുവേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തി സൗഹാർദ്ദപരമായിട്ട് ഈ പ്രോഗ്രാമുകൾ കാണുകയും അതോടൊപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കും എല്ലാ പ്രിയ രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി SRT കൺവീനർ ശ്രീമതി ചൈത്ര ടീച്ചറെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ PTA എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ സാബ് സാർ, യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ അബ്ദുൽ ഹമീം സാർ, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിന്റെ ബഹുമാന്യ പ്രിൻസിപ്പൽ ശ്രീ യൂസഫ് കുമാർ സാർ, HM നസീമ ടീച്ചർ, മദർ PTA ശ്രീമതി ധന്യ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ മുഹമ്മദ് സാർ, സൂര്യ, സ്റ്റാഫ് സെക്രട്ടറിമാരായ ശ്രീ സാർ, പ്രസാദ് സാർ, കലോത്സവ കൺവീനർ സുധിലാൽ സാർ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങൾ, കലകളുടെ ഉത്സവമാണ് കലോത്സവം അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും കലോത്സവം നടത്തി വരാറുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും കലകളുടെ ഉത്സവത്തിന് കൊടിയേറുകയാണ്. 3-4 ദിവസങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു കലോത്സവം ഉടനെ ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു മുന്നറിയിപ്പ് എന്ന വിധം ചെണ്ടമേളവും കോൽക്കളിയും ഗഫ്മുട്ടും ആകെ ഒരു ബഹളമായിരുന്നു. പലതരത്തിലുള്ള കഴിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും പടം വരയ്ക്കാനും കവിത എഴുതാനും കഥ എഴുതാനും അങ്ങനെ നിരവധി കഴിവുകളുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. അവർക്ക് ഏതിലാണോ താല്പര്യം ആ ഒരു മേഖലയിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് നമ്മുടെ കലോത്സവങ്ങളുടെ എല്ലാ ലക്ഷ്യം. അതിനുള്ളൊരു വേദിയാണ് കലോത്സവ വേദികൾ. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒന്നും ലഭിക്കണമെന്നില്ല. എങ്കിലും നമ്മുടെ ആ ഒരു പങ്കാളിത്തം അതാണ് പ്രധാനം. എല്ലാ കുട്ടികളും അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുക്കാം. അതിനുള്ളൊരു അവസരമായിട്ട് ഈ വേദിയെ പ്രയോജനപ്പെടുത്തുക. തുടർന്ന് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ മത്സരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി PTA എക്സിക്യൂട്ടീവ് ശ്രീ മുഹമ്മദ് പ്രിയമുള്ള മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നിശബ്ദരല്ലേ? നിങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ ഉത്സവമാണ്. അടുത്ത മാസം വലിയ ഉത്സവമാണ്. അപ്പൊ നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ വലിയ ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നു. ഇവിടെ നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം സമാധാനപരമായ ഒരു കലോത്സവം ഇവിടെ നടത്തുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി പ്രോഗ്രാം കൺവീനർ ശ്രീ സുധിലാൽ സാറിനെ വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ദ്രധനുസ് 2025 എന്ന് പേരിട്ടിരിക്കുന്ന നമ്മുടെ ഈ സ്കൂൾ കലോത്സവം ഇന്നും നാളെയുമായിട്ട് 3 വേദികളിലാണ് നടക്കുന്നത്. കുട്ടികൾ അവരുടെ കലാപരമായ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ്. ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ സ്കൂൾ കലോത്സവം 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. സ്കൂൾ തലം, സബ് ജില്ല, ജില്ല, സംസ്ഥാന തലം. ഇപ്പൊ ഓരോ ഘട്ടത്തിലും നമ്മുടെ കുട്ടികളുടെ ഓരോരുത്തരുടെയും പേരും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരും ആ വേദികളിലൊക്കെ മുഴങ്ങി കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 2025 കലോത്സവത്തിന്റെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്ന എവർക്കും പ്രിയങ്കരനായ
അബ്ദുൽ ഹമീദ് സാർ, ചിതറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ടായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ ചേർന്ന ശ്രീ ഹമീദ് സാറിന് സ്കൂളിന്റെ പേരിലും ഈ കലോത്സവ കമ്മിറ്റിയുടെ പേരിലുമുള്ള ഹാർദവമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ PTA പ്രസിഡന്റാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ബഹുമാനിയായ PTA വൈസ് പ്രസിഡന്റ് സൂര്യ, PTA അംഗമായ ശ്രീ സാബു സർ, അവർക്കും ഈ വിദ്യാലയത്തിന്റെ പേരിലും കലോത്സവ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ PTA അംഗങ്ങൾക്കും അധ്യാപകർക്കും നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ യൂസഫ് കുമാർ സാർ, ബഹുമാനിയായ ശ്രീമതി നസീമ ടീച്ചർ, എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും അതുപോലെ നമുക്ക് ശബ്ദവും വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന സൻഷ സൗണ്ട്സ് അതിൻ്റെ പ്രൊപ്പറേറ്റർമാർക്കും എല്ലാവർക്കും ഈ ഉത്സവ കമ്മിറ്റിയുടെയും സ്കൂളിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഉദ്ഘാടന യോഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കലാപരിപാടികൾ ആരംഭിക്കുകയാണ്.